Dear students, already ഞാൻ 2 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ. അതിൽ 3ാമത്തെ വീഡിയോ ആണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. പക്ഷേ ഈ 2024 സ്കീം വന്നപ്പോൾ കുറച്ച് എക്സ്പെരിമെൻറ്റിൽ പഴയ സ്കീമിൽ നിന്ന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒമിഷൻസും കുറച്ച് ന്യൂ അഡീഷൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേർഡ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് കൺവേർട്ട് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഓർ പ്രിഫിക്സ് ആൻഡ് ദെൻ ഇവാലുവേറ്റ് യൂസിങ് സ്റ്റാക്ക് എന്നാണ്. അപ്പോൾ ഇത് ഇൻഫിക്സ് എക്സ്പ്രഷനെ, ഒരു മാത്തമാറ്റിക്കൽ ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സിലോട്ടോ അല്ലെങ്കിൽ പ്രിഫിക്സിലോട്ടോ കൺവേർട്ട് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ് യൂസിങ് സ്റ്റാക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാക്ക് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്താണ് സ്റ്റാക്ക് എന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3ാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഡാറ്റ സ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാക്ക്. ഈ സ്റ്റാക്കിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ ബോത്ത് ഹാർഡ്വെയർ ആപ്ലിക്കേഷൻ ആസ് വെൽ as സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. ഹാർഡ്വെയർ ആപ്ലിക്കേഷൻസ് യു വിൽ ലേൺ ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോൾ, അങ്ങനത്തെ സിലബസുകളിൽ സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഹാർഡ്വെയർ ആപ്ലിക്കേഷൻ, സ്റ്റാക്കിൻ്റെ ഹാർഡ്വെയർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കും. സിമിലർലി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓൾസോ യു വിൽ ലേൺ ഇൻ കമ്പൈലർ, സിസ്റ്റം പ്രോഗ്രാമിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനത്തെ സബ്ജക്റ്റുകളിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കും. എന്തായാലും നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനകത്ത് യു ഹാവ് ടു ലേൺ വാട്ട് ഈസ് സ്റ്റാക്ക് ആൻഡ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. അതാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. As per the definition, the stack is the linear data structure that follows the last in first out or LIFO in principle of the data insertion and deletion. That is the principle. The stack is a linear data structure. അപ്പം ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ എ പർട്ടിക്കുലർ മാനർ. ഓരോ രീതിയിലും അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഇവിടെ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഒരു ഡാറ്റയെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച് ചെയ്യുന്ന മാനർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ the manner is last in first out or first in last out. Both are the same. That is the principle behind the operations of the stack. അത് ഹാർഡ്വെയറിലായാലും സോഫ്റ്റ്വെയറിലായാലും that is the principle. The last in first out, that abbreviation is LIFO. Then what is this last in first out? It means that the element that is inserted last will be the first one to be removed and the element that is inserted first will be removed at last. That is called last in first out or first in last out. അതായത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ്, അതായത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റ, ആ ഡാറ്റയെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. കുറച്ച് ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ആദ്യം വരികയും ഏറ്റവും ആദ്യം ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഏറ്റവും ലാസ്റ്റിൽ വരികയും ചെയ്യുന്ന ഒരു മെത്തേഡ്. ആ മെത്തേഡിനെയാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലിഫോ എന്നാണ് പറയുന്നത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ദിസ് ഈസ് എ കാർഡ്ബോർഡ് ബോക്സ്. ഈ കാർഡ്ബോർഡ് ബോക്സിന് ഉള്ളിൽ നമ്മൾ കുറച്ച് ബുക്സ് നമ്മളിങ്ങനെ അടുക്കി വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന് അടിയിലൊരു ബുക്ക് ഇരിപ്പുണ്ട്, ഏറ്റവും ലാസ്റ്റിലൊരു ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 by 1 ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ആ ബുക്കാണ് ഈ കാർഡ്ബോർഡ് ബോക്സിനകത്ത് ആദ്യം വരുന്നത് ആണല്ലോ. ദെൻ ദ സെക്കൻഡ് ബുക്ക് വിൽ ബി കമ്മിങ് അപ്പോൺ ദ ഫസ്റ്റ് ബുക്ക്. അങ്ങനെ ദിസ് ഓർഡറിലാണ് ഇത് നമ്മളിങ്ങനെ അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ വെച്ചതിൽ 1 by 1 ആയിട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വെച്ചിരിക്കുന്ന ബുക്കാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതിനെ ബുക്ക് നമ്മൾ ഈ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ ഏറ്റവും ആദ്യത്തേക്ക് പുറത്തേക്ക് വരുന്ന ബുക്ക് ഈ ലാസ്റ്റിൽ വെച്ച ബുക്കാണ്.
അതുകൊണ്ടാണ് ഇതിന് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഇൻസേർട്ട് ചെയ്ത ബുക്ക് ഏറ്റവും ലാസ്റ്റിലാണ് ഇരിക്കുന്നത്. ആ ബുക്കാണ് ഏറ്റവും ലാസ്റ്റിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്റ്റാക്കിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. അതാണ് ഈ സ്റ്റാക്ക്. ദീസ് ഫോം ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഈസ് കാൾഡ് സ്റ്റാക്ക്. അപ്പോൾ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഡാറ്റയെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഫോർമേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മളൊരു മെമ്മറിക്കകത്തൊരു ഡാറ്റ വയ്ക്കുന്നു, ആ ഡാറ്റ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതും അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ഇതേ മാനറിലായിരിക്കണം. ഈ മാനറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്കിനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഈ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വി ഹാവ് അനദർ ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ദാറ്റ് ഈസ് കാൾഡ് ടോപ്പ്. അപ്പോൾ ഒരു ടോപ്പ് എന്നുള്ളൊരു വേരിയബിൾ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ്. ഈ സ്റ്റാക്കിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ് എന്നുള്ള വേരിയബിൾ. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു റിമെമ്പർ എ വേരിയബിൾ ടോപ്പ്. എല്ലാ സ്റ്റാക്കിൻ്റെ കൂടെയും ഒരു വേരിയബിൾ ടോപ്പ് എന്നുള്ള വേരിയബിളൂടെ ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോപ്പ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ദ ടോപ്പ് മോസ്റ്റ് വാല്യൂ. ആ ടോപ്പ് മോസ്റ്റ് വാല്യൂവിൻ്റെ ഇൻഡെക്സിനെയാണ് ആ ടോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ ടോപ്പ് മോസ്റ്റ് വാല്യൂ? നിങ്ങൾ അറേ പഠിച്ചിട്ടുണ്ടായിരിക്കും, സി പ്രോഗ്രാമിനകത്ത് അറേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദിസ് ഈസ് ദ ആൻ അറേ. ഓക്കെ, ദിസ് ഫോർമേഷൻ ഓഫ് അറേഞ്ച്മെൻറ്റ്, അതായത് കുറേ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനകത്തോട്ട് ഒരേ ടൈപ്പ് ഡാറ്റ നമ്മൾ അടുക്കി വെക്കുന്നതിനാണ് നമ്മൾ അറേസ് എന്ന് പറയുന്നത്. ഈ അറേസ് നമ്മൾ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഒരു ഡാറ്റാ സ്ട്രക്ചറാണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓർ സിമിലർ എലമെൻറ്റ്സ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ഈസ് കാൾഡ് അറേ. പക്ഷേ ഈ അറേ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ടോപ്പ് എന്ന് പറയുന്ന പോലത്തെ വേറെ ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം കൂടെ വേണം. ആ മെക്കാനിസമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇൻഡെക്സ് ടേബിൾ. ഇതിന് ഒരു ഇൻഡെക്സ് ടേബിളാണ്. ഈ ഇൻഡെക്സ് ടേബിളിനകത്ത് ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഈ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ് നമ്മളിരിക്കുന്ന ഏത് ലൊക്കേഷനിലിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഏത് ഡാറ്റയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഡാറ്റയിൽ ഏത് ഡാറ്റയിലാണ് പെർഫോമൻസ് ചെയ്യേണ്ടത്, ഈ അറയ്ക്കകത്ത് നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ ഡാറ്റയ്ക്കും, അറയിലിരിക്കുന്ന എല്ലാ ഡാറ്റയ്ക്കും ഓരോ യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിനാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിനകത്ത് ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന നമ്പേഴ്സിൽ ഇതുപോലെ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സിന് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഡാറ്റയ്ക്ക് ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സിനായിരിക്കും ടോപ്പ് എന്നുള്ള വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ടോപ്പ് എന്നുള്ള വേരിയബിൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് 2-ലാണ്. അതാണ് 350 ആണ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന എലമെൻറ്റ്. അതായത് ഏറ്റവും ലാസ്റ്റിൽ വന്ന എലമെൻറ്റ് 350 ആണ്. അപ്പോൾ ആ എലമെൻറ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ലൊക്കേഷൻ ഈസ് 2. സോ ടോപ്പ് ഈസ് പോയിൻറ്റിങ് ടു this index location 2. Here 120 is the last element and the index number of 120 is 3 and hence the top is pointing to 3. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു വേരിയബിൾ കൂടെ ഈ സ്റ്റാക്കിൻ്റെ കൂടെ വേണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പും എലമെൻ്റ് ആരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് ലൊക്കേഷനിരിക്കുന്ന വാല്യൂ ആണ് അറേയുടെ ടോപ്പ് എലമെൻറ്റ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിനകത്ത് ലോട്ട് ഓഫ് മെമ്മറി ഉണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു ലൊക്കേഷനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മളൊരു വേരിയബിൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേക്കകത്ത് ഒരു 10 ലൊക്കേഷനുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറിയിൽ 10 ലൊക്കേഷനല്ല, അപ്പോൾ മെമ്മറി വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഇൻഡെക്സ് വാല്യൂ 0 to 9 വരെ പോകുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ലൊക്കേഷൻ നമ്മൾ അറേ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി മെമ്മറി അവിടെ തീരുന്നില്ല, മെമ്മറി അങ്ങ് പോവുകയാണ്, വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻഡെക്സ് ലൊക്കേഷനാണ് എൻഡ് പോയിൻ്റ്. അതുപോലെ ബിഗിനിങ് ഇൻഡെക്സ് ലൊക്കേഷനാണ് 0th പോയിൻ്റ്. ഇൻ സിയിൽ 0 ആണ്. അപ്പോൾ അതുപോലെ ഈ
സ്റ്റാക്കിനെ നമ്മൾ ഒന്ന് അതിൻ്റെ എൻഡ് പോയിൻ്റ് എവിടെയാണെന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ് ടോപ്പ്. ടോപ്പ് എപ്പോഴും ആ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്ന ലൊക്കേഷനെയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ടോപ്പ്. ഈ ടോപ്പാണ് ഈ സ്റ്റാക്കിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ വേരിയബിൾ എന്ന് പറയും പോലെ ഒരു സ്റ്റാക്കിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വേരിയബിളാണ് ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും വാട്ട് ഈസ് ടോപ്പ്. ദെൻ ഇനിഷ്യൽ വാല്യൂ ഓഫ് എ വേരിയബിൾ ടോപ്പ്. അപ്പോൾ നമ്മളൊരു സ്റ്റാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റാക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതിനകത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ടോപ്പിനൊരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. ആ വാല്യൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് ഈസ് വിത്ത് ദ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അറേ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. Depending upon the programming language, the initial value of the top variable is set to the lowest index value of the array minus 1. നമുക്കറിയാം സിയിലെ ലോവസ്റ്റ് ഇൻഡെക്സ് വാല്യൂ ഓഫ് അറേ ഈസ് ഓൾവേസ് 0. അപ്പോൾ ടോപ്പിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലോവസ്റ്റ് ഇൻഡെക്സ് വാല്യൂ -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്ന ആ ലൊക്കേഷനിലാണ് നമ്മൾ ടോപ്പിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിയിൽ ഇൻഡെക്സ് വാല്യൂ ലോവസ്റ്റ് ഇൻഡെക്സ് വാല്യൂ 0 ആയതുകൊണ്ട് 0 - 1 ദാറ്റ് ഈസ് -1 വിൽ ബി ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ദ ടോപ്പ് വേരിയബിൾ. മനസ്സിലായില്ലേ? സോ ദ -1 in C programming language, the initial value of top is set to -1 because the lowest index value of the array in C is 0. Top represents the index position of the topmost element in the stack. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുക. അപ്പം ഇതാണ് നമ്മളെ ടോപ്പ്. അപ്പോൾ ടോപ്പ് നമ്മളൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പ് എന്ന് പറയുന്ന വേരിയബിളിന് മൈനസ് എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ടോപ്പ് ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതുക. ഇപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് ടോപ്പ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ -1 സെറ്റ് ചെയ്യുക. മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടോപ്പ്. ഇനി വാട്ട് ആർ ദ ബേസിക് ഓപ്പറേഷൻ വി ക്യാൻ ഡു ഓൺ ദ സ്റ്റാക്ക്. അതായത് ഈ സ്റ്റാക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നടക്കുന്ന കുറച്ച് പ്രീ ഡിഫൈൻഡ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത് ദ ബേസിക് ഓപ്പറേഷൻസ് ആണ്. വി ക്യാൻ എക്സ്റ്റെൻഡ് സം അതർ ഓപ്പറേഷൻസ്. സോ ദ ബേസിക് ഓപ്പറേഷൻസ് ആർ 1 push. Push means this operation is to insert a new element on the stack. മനസ്സിലായി? ഒരു പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഓപ്പറേഷൻ മെത്തേഡിനെയാണ് നമ്മൾ പുഷ് എന്ന് പറയുന്നത്. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസിൽ മാത്രമേ ആ പുഷ് ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ വി വിൽ സീ ഇൻ ലേറ്റർ. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷനാണ് പുഷ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ആ പുഷ് ഓപ്പറേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കിനകത്തോട്ട് ഒരു പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് പുഷ്. ദെൻ ദ സെക്കൻഡ് ഓപ്പറേഷൻ ഈസ് ദ പോപ്പ്. അത് പുഷിൻ്റെ നേരെ റിവേഴ്സാണ്. അതായത് പുഷ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ പോപ്പ് ഈസ് ടു ബി യൂസ്ഡ് ടു റിമൂവ് ഡാറ്റ ഫ്രം ദ സ്റ്റാക്ക്. പോപ്പ് ഫംഗ്ഷൻ റിമൂവ്സ് ആൻഡ് റിട്ടേൺ ദ ടോപ്പ് എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക്. അതാണ് പോപ്പ് ഓപ്പറേഷൻ. അപ്പം ഈ പോപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. ആ പ്രൊസീജിയർ നമ്മൾ പിന്നെ പഠിക്കും. ദെൻ ദ തേർഡ് operation is the peak. The peak is almost the same as the pop, but only one difference is that the pop removes the data from the stack and return to the user, but peak only return the topmost element on the stack, but the element is still be there in the stack. ഒരിക്കലും പീക്ക് ഫംഗ്ഷൻ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്തില്ല, പക്ഷേ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് യൂസറിന് അല്ലെങ്കിൽ കോൾ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനകത്തോട്ട് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ പോപ്പ് എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് കോൾ ചെയ്യുന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ യൂസറിനോ കൊടുക്കുന്നത്. അതാണ് പോപ്പും പീക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇതും ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് പീക്കും വർക്ക് ചെയ്യുന്നത്. Then another operation is empty.
Is empty is a check function. It will check if the stack is empty or not. our സ്റ്റാക്ക് എംറ്റി ആണോ എംറ്റി അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഈസ് എംറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈസ് എംറ്റി നമ്മൾ ഈസ് ആൽഫ ഈസ് അപ്പർ എന്നൊക്കെ പറയുമ്പോൾ സി പ്രോഗ്രാമിൽ പറയുമ്പോൾ അത് ഒരു ഫംഗ്ഷൻ എന്നാണ്. അതിൽ സിയിലൊരു ഫംഗ്ഷനാണ് ഈസ് ആൽഫ ഈസ് എംറ്റി ഈസ് നം എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസ് എംറ്റി ഇൻ സ്റ്റാക്ക് ഈസ് ആൾസോ ഫംഗ്ഷൻ വിത്ത് എ പ്രീ ഡിഫൈൻഡ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് either 1 or 0 ആണ്. കാരണം if the stack is empty, the function will return 1, otherwise it will return 0. That is the return value. That is the return value from the isEmpty function. The next function is isFull. isFull is also a checking function. It will check if the stack is full or not, similar to isEmpty function. അപ്പോൾ ഈ ഈസ്ഫുൾ ഫംഗ്ഷൻ വിൽ റിട്ടേൺ 1 ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ 0. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ് എംറ്റി ആൻഡ് ഈസ്ഫുൾ. ദ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് ദ സൈസ്. ദ സൈസ് വിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക്. ഒരു സ്റ്റാക്കിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ ബേസിക് set of operations used in the stack. We can check one by one in detail. Okay, the first one is the push operation. So these are the procedures or procedures to be followed during the push operation. First step is, before pushing the element to the stack, check if the stack is full. ഒരു എലമെൻറ്റ് സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റാക്കിൽ ഇനി സ്ഥലമുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. വെദർ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ നോട്ട്. സ്ഥലമില്ല എങ്കിൽ നമ്മളവിടെ പുഷ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കില്ല, അത് കാരണം ഓവർഫ്ലോ ആണ്. അപ്പോൾ ഇഫ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ, ടോപ്പ് റീച്ചസ് ടു ദ കപ്പാസിറ്റി ഓഫ് ദ അറേ. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ അറേ? ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ മാക്സിമം സൈസ്. സപ്പോസ് നമ്മൾ ഇൻറ്റ് എ ഒരു അറേ ആയിട്ട് എ ഡിക്ലെയർ ചെയ്ത് 100 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന അറേക്ക് മാക്സിമം ലൊക്കേഷൻസ് 100 ആണ്. അതായത് 100 എലമെൻറ്റ്സ് 100 നമ്പേഴ്സ് ഇൻറ്റിജർ നമ്പേഴ്സ് ആ അറേക്കകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രീ ഡിഫൈൻഡ് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അറേക്കും ഒരു സൈസ് ഉണ്ട്. ആ സൈസ് എത്രയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത്രയും സൈസ് ഓഫ് ഡാറ്റ മാത്രമേ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു അറേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് 4 ലൊക്കേഷനിലൊരു ഇൻറ്റീജർ അറേയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 4 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സ്ഥലം കാണില്ല. അത് 0 to 0, 1, 2, 3 എന്ന് പറയുന്ന ലൊക്കേഷനിലായിട്ട് 4 എലമെൻറ്റും കാണും. ആ എലമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് സ്ഥലം കാണില്ല, കാരണം അതിൻ്റെ മാക്സിമം ലിമിറ്റ് കഴിഞ്ഞു. അപ്പം അത് ആദ്യം ചെയ്യണം, ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ, ടോപ്പ് റീച്ചസ് ടു ദ കപ്പാസിറ്റി ഓഫ് ദ അറേ, ദെൻ ദ സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് കനോട്ട് ഇൻസേർട്ട് ദ എലമെൻറ്റ് ടു ദ സ്റ്റാക്ക്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. അപ്പോൾ എംറ്റി ഫുൾ അല്ല എങ്കിൽ ദ സ്റ്റാക്ക് ഈസ് നോട്ട് ഫുൾ, ദാറ്റ് ഈസ് അതർവൈസ് കണ്ടീഷൻ. ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ദ ടോപ്പ് ബൈ 1. സപ്പോസ് ദ ടോപ്പ് ഈസ് പോയിൻറ്റിംഗ് ടു ദ ഇൻഡെക്സ് ലൊക്കേഷൻ 2 ആൻഡ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ഇൻഡെക്സ് ലൊക്കേഷൻ ഈസ് 350. നൗ വി ആർ ട്രൈങ് ടു ഇൻസേർട്ട് എ ന്യൂ എലമെൻറ്റ് ഇൻ ദ സ്റ്റാക്ക്. ഫസ്റ്റ് ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംറ്റി ഓർ നോട്ട്. അപ്പോൾ ഈ സ്റ്റാക്ക് എംറ്റി ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേയുടെ മാക്സിമം സൈസാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് നമ്മൾ അറേയുടെ സൈസ് ഇൻറ്റി എ 4 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദ കപ്പാസിറ്റി വിൽ ബി 4 - 1 ബിക്കോസ് ഇൻഡെക്സ് വാല്യൂ ഈ സ്റ്റാർട്ടിങ് ഫ്രം 0. സോ 0, 1, 2, 3 അപ്പോൾ ടോട്ടൽ കൗണ്ട് 4 ആയി. അപ്പം
4 മൈനസ് 1 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് വാല്യൂ, അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഈ അറേയുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിലാണോ ടോപ്പ് നിൽക്കുന്നതാണ് നോക്കുന്നത്. അതായത് ഈ ടോപ്പ് വാല്യൂ ഓഫ് ടോപ്പ് ആൻഡ് കപ്പാസിറ്റി, അതായത് മാക്സിമം സൈസ് ഓഫ് ദ അറേ ഈസ് സെയിം, then it means that the stack is full, otherwise there is a space to accommodate new value. അപ്പോൾ ഇവിടെ നമ്മൾ 120 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് 2 ആണ്. മാക്സിമം കപ്പാസിറ്റി, അതായത് അറേയുടെ സൈസ് 4 ആണ്. 4 ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് മാക്സിമം ഇൻഡെക്സ് വാല്യൂ 4 മൈനസ് 1 3യിലാണ് നിൽക്കുന്നത്. അപ്പം ആദ്യം ചെയ്യേണ്ടതാണ് ടോപ്പ് സ്റ്റാക്ക് ഫുള്ളാണെന്ന് നോക്കും. ഫുള്ളല്ല എങ്കിൽ അതർവൈസ് ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. അപ്പം നിലവിൽ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് ടോപ്പ് 2ൽ നിന്ന് 3യിലേക്ക് മാറുക. അതായത് ഇൻഡെക്സ് പൊസിഷൻ്റെ കൂടെ നിലവിൽ നിൽക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതപ്പോൾ അടുത്ത ഇൻഡെക്സ് പൊസിഷനിലേക്ക് പോകും. തൊട്ട് അടുത്ത ഇൻഡെക്സ് പൊസിഷനിലേക്ക് ടോപ്പ് മൂവ് ചെയ്ത് വരും. അതായത് ടോപ്പ് ഇവിടേക്ക് വരും. ദെൻ ആൻഡ് ന്യൂ വാല്യൂ ഈസ് ഇൻസേർട്ട് അറ്റ് ടോപ്പ് പൊസിഷൻ. അപ്പോൾ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്യിക്കുന്നത് ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനകത്ത് ന്യൂ വാല്യൂയിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ ഇരുന്ന ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് നേരെ 3യിലേക്ക് വന്നു. ആ 3യിലേക്ക് 120 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഇൻസേർട്ട് മെത്തേഡ്. അപ്പം സപ്പോസ് ടോപ്പ് നിന്നത് 1ലായിരുന്നെങ്കിൽ അത് നേരെ 2യിലേക്ക് പോകും. 2ൽ നിന്ന് 3യിലേക്ക് പോകും. അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ പ്രീ ഡിഫൈൻഡ് സ്റ്റെപ്സ് വി ഹാവ് ടു ബി ഫോളോഡ് ഡ്യൂറിങ് പുഷ് ഓപ്പറേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് പോപ്പ്. ഈ പോപ്പി ആൾറെഡി ഞാൻ പറഞ്ഞതുപോലെ റിവേഴ്സ് ഓഫ് എ പുഷാണ്. അപ്പോൾ ഇതിനകത്ത് പ്രീ ഡിഫൈൻഡ് സ്റ്റെപ്സ് ഉണ്ട് എങ്ങനെയാണ് പോപ്പ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതാണ്, സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ് എന്ന് പറയുന്നത്. ബിഫോർ പോപ്പിംഗ് ദ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക് ചെക്ക് ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അപ്പോൾ പുഷ് ചെയ്യുകയെന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ഫുള്ളാണോ നോക്കും. പോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് എംപ്റ്റി ആണ്. കാരണം എംപ്റ്റി ആയിട്ടിരിക്കുന്ന സ്റ്റാക്കിനകത്തൊന്നും ഒന്നും പോപ്പ് എടുക്കാനില്ല. അപ്പോൾ നമ്മളങ്ങനെ പോപ്പ് ചെയ്യുന്നതിന് മുമ്പേ നോക്കുന്നത് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. പുഷ് ചെയ്യുന്നത് പോലെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അതിനകത്തോട്ട് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പോപ്പ് ചെയ്യുമ്പോൾ എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനകത്തുനിന്ന് പോപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അണ്ടർഫ്ലോ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി മീൻസ്, അപ്പോൾ എംപ്റ്റി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 സെറ്റ് ചെയ്യും. -1 എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാക്കിനകത്ത് എംപ്റ്റി ആണ്. അപ്പോൾ എംപ്റ്റി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ -1ൽ പ്ലസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എംപ്റ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിതിനകത്തുനിന്ന് എലമെൻറ്റ് മാറ്റി കൊണ്ടുവരുമ്പോൾ അവസാനത്തെ ഈ 10 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് പോയിരിക്കുന്നത് -1ലേക്ക്. അപ്പം അതാണ് ചെക്ക് ചെയ്യുന്നത്. ഈസ് എംപ്റ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ എംപ്റ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്നുള്ള വേരിയബിൾ -1ലാണോ ഇരിക്കുന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് എംപ്റ്റി കണ്ടീഷൻ. സ്റ്റാക്കിൻ്റെ എംപ്റ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ -1 ആണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഫുൾ എന്നുള്ള സ്റ്റാക്ക് ഫുള്ളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പും അതിൻ്റെ മാക്സിമം ഇൻഡെക്സ് വാല്യൂ സെയിം ആയിരിക്കും. ടോപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അറേയുടെ മാക്സിമം ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഫുൾ കണ്ടീഷൻ. എംപ്റ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ -1 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ടോപ്പ് -1 ആണെന്ന് നോക്കും. അപ്പോൾ ടോപ്പ് -1 ആണെങ്കിൽ അതിനകത്ത് ഈ സ്റ്റാക്ക് ഈസ് എംപ്റ്റി എന്നാണ് എൻ്റെ മീനിങ്. സോ nothing we have to be removed from the stack. So the stack is underflow. That is the condition. The stack is underflow and cannot remove any element from the stack. Otherwise, അപ്പോൾ ഇത് -1 അല്ല എങ്കിൽ that means the stack is having some values. അപ്പം ടോപ്പ് എന്ന് പറഞ്ഞാൽ either 0 or greater than 0 ആയിരിക്കും. അപ്പോൾ അതിന് മീനിങ് മിനിമം 1 or more than 1 വാല്യൂസ് അതിനകത്തുണ്ടെന്നാണ് എൻ്റെ മീനിങ്. സോ വി ക്യാൻ റിമൂവ് ദാറ്റ് വാല്യൂ വിച്ച് ഈസ് പോയിൻറ്റിങ് ദ ടോപ്പ്. അതർവൈസ് സ്റ്റോർ ദ ടോപ്പ്. അത് എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു
പ്രൊസീജിയർ ആയതുകൊണ്ട്, ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ എലമെൻ്റ് ഇപ്പോൾ 120 ടോപ്പ് നിൽക്കുന്ന ഇതാണെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റിമൂവ് ചെയ്യേണ്ട 120 എടുത്ത് നമ്മളൊരു ടെമ്പററി വാല്യൂ പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്തിട്ട് ടോപ്പിനെ നേരെ ഡിക്രിമെൻ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. പുഷ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പോപ്പ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യും. ഇൻഡെക്സ് പൊസിഷൻ ഡിക്രിമെൻ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. അപ്പോൾ ടോപ്പ് നേരെ 2ലേക്ക് വരും, അത് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഈ 120 ടെമ്പററി വേരിയബിളിലിരിക്കുന്ന 120 ആണ് നമ്മൾ തിരിച്ച് യൂസറിന് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനിൽ നിന്നാണോ നമ്മൾ വിളിച്ചിരിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത്. അതെന്തിനാണ് ടെമ്പററി വേരിയബിൾ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് എന്നുള്ള പൊസിഷനിലിരിക്കുന്ന വാല്യൂവിനെയാണ് നമുക്ക് കളയേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പ് ഇതിന് ടെമ്പററി വേരിയബിളിൽ വെക്കാതെ ടോപ്പിനെ നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഇവിടേക്ക് വന്നു പോകും. അപ്പം ടോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന 350 ആണ്, 120 അല്ല. അപ്പോൾ 120 നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വേറെ ഇടത്തോട്ട് വയ്ക്കും. എന്നിട്ട് ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യും. ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോൾ ടോപ്പ് ഇവിടെ ഇരിക്കുന്നത്. ആക്ച്വലി ഈ 120 മെമ്മറിയിൽ നിന്ന് പോകുന്നില്ല, 120 അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം നമുക്കതിൻ്റെ ആക്സസ് കിട്ടത്തില്ല. കാരണം നമ്മൾ എവിടെയാണോ ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ വാല്യൂ മാത്രമേ നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. പിന്നെ ഈ 120 കിട്ടണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ടോപ്പിനെ നമ്മൾ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരണം. ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 120യുടെ സ്ഥാനത്ത് നമ്മളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അവിടെ 120 തന്നെ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കും. എന്നിട്ട് ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ആ കോപ്പിക്ക് എന്നുള്ള ലൊക്കേഷനകത്തോട്ട് ടെമ്പററി വേരിയബിളിനകത്തോട്ട് ആ വാല്യൂ ഉണ്ടാവും. അത് നമ്മളങ്ങ് റിട്ടേൺ ചെയ്യും. അല്ലാതെ നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് ടോപ്പിലിരിക്കുന്ന വാല്യൂ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ കിട്ടുള്ളൂ, മറ്റേ ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിനെടുത്തൊരു വേരിയബിളിൽ വയ്ക്കുന്നു, ദെൻ അതിനെ ടോപ്പിനെ ഡിക്രിമെൻ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ആരോടും വിളിച്ചിരിക്കുന്ന അവർക്കും കൊടുക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ദ മെത്തേഡ്സ് ടു ബി ഫോളോഡ് ഫോർ ദ പോപ്പ് ഓപ്പറേഷൻ. The next is peak. As I said, the peak is almost the same as pop. The only difference is that the pop will remove the element from the stack and return to the user, but the peak will not remove the element from the stack. It will only return the topmost value to the user. That is the difference. അപ്പോൾ അതിലും ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പോപ്പിൻ്റെ അതുപോലെ തന്നെയാണ്. ബിഫോർ returning the top element from the stack, check if the stack is empty ആണോ നോക്കിയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ empty അല്ല എങ്കിൽ if the stack is empty ആണെങ്കിൽ simply print the stack is underflow. Otherwise return the element stored at top index. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിനെ മൂവ് ചെയ്യാത്തത് കൊണ്ട് ഈ വാല്യൂവിനെ അങ്ങ് റിട്ടേൺ ചെയ്യുക. സിംപ്ലി ഈ 120 ടോപ്പ് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ വാല്യൂവിനെ അങ്ങ് റിട്ടേൺ ചെയ്യുക. മറ്റ് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ടോപ്പ് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന വാല്യൂ വരുള്ളൂ, പഴയ വാല്യൂ പോകും. അപ്പോൾ ഇവിടെ പീക്കിനെ സംബന്ധിച്ചിടത്തോളം പീക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. എവിടെയാണോ ടോപ്പ് പോയിൻ്റ് ഇരിക്കുന്ന ആ ഇരിക്കുന്ന വാല്യൂവിനടുത്ത് അങ്ങോട്ട് ടോപ്പ് മോസ്റ്റ് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീക്ക് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പീക്ക് ആൻഡ് പോപ്പ് ഫംഗ്ഷൻ. The next operation is empty. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ചെക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ചെക്ക് ഫംഗ്ഷൻ ആൾവേസ് റിട്ടേൺ either 1 or 0 ഇൻ സി. ഇൻ ജാവയിൽ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ either 1 or 0 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ empty ആണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു empty ആണെങ്കിൽ empty കണ്ടീഷനിൽ ടോപ്പ് എപ്പോഴും പോയിൻ്റ് ചെയ്യുന്ന -1. അപ്പോൾ ഒരു സ്റ്റാക്ക് empty ആണെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ -1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് -1 റിട്ടേൺ 1, അതർവൈസ് റിട്ടേൺ 0. ഓക്കെ, ദാറ്റ് ഈസ് ദ empty കണ്ടീഷൻ. The next is full operation. This is also a check function. അപ്പോൾ ഈ ഫംഗ്ഷൻ സിമിലർ ടു empty ഫംഗ്ഷൻ ആണ്. പക്ഷേ the difference is that here we are checking whether the stack is full or not. Full means the top pointing to the maximum index position. If it is pointing to the maximum index position,
then the stack is full. That is a condition. അപ്പോൾ നമ്മുടെ മാക്സിമം ഇൻഡെക്സ് പൊസിഷൻ ഫോർ എക്സാമ്പിൾ ഇത് ഫോർ ലൊക്കേഷനിൽ ഒരു അറേ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് ആണെങ്കിൽ ആ ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ പോയിൻ്റ് ചെയ്തിരിക്കുന്ന 3 ആണെങ്കിൽ, കാരണം 4 എന്ന് പറഞ്ഞാൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞാൽ 4 ലൊക്കേഷനായി. അപ്പം 4 - 1 3 ആണ് അതിൻ്റെ മാക്സിമം ഇൻഡെക്സ് പൊസിഷൻ. ആ പൊസിഷനിലാണോ ടോപ്പ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് കണ്ടീഷൻ. ചെക്ക് ഫോർ ദ വാല്യൂ ഓഫ് ദ ടോപ്പ് ഇൻ ദ സ്റ്റാക്ക്. ഇഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം സൈസ് ആണെങ്കിൽ, അതായത് കപ്പാസിറ്റി പോയിൻ്റ് ചെയ്തിരിക്കുന്നത് 3 ടോപ്പ് നിൽക്കുന്നത് 3 ദെൻ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ ഓവർഫ്ലോ, സോ റിട്ടേൺ 1. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് ടോപ്പ് തന്നെയാണ് മാക്സിമം ഇൻഡെക്സ് പൊസിഷനിൽ നിൽക്കുന്നതെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് 1, അതർവൈസ് റിട്ടേൺ 0 ആണ്. അപ്പോൾ ഫുൾ അല്ലെന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇതാണ് ഫുൾ ഓപ്പറേഷൻ. ദ നെക്സ്റ്റ് ഈസ് സൈസ് ഓപ്പറേഷൻ. സൈസ് ഓപ്പറേഷൻ ഐ ആൾറെഡി സെഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സ്റ്റാക്ക്. അപ്പം ഇവിടെയും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എലമെൻറ്റ് ഇതിനകത്ത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് എലമെൻറ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എംപ്റ്റി, റിട്ടേൺ. ഇതെവിടെയാണ് ഇതിൻ്റെ മാക്സിമം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 4 ലൊക്കേഷനിലൊരു അറേക്കകത്തോട്ട് 3 എലമെൻറ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 3 എലമെൻ്റ് എന്ന് 0 ഒരു എലമെൻ്റ് ഉണ്ട്, 1 ഒരു എലമെൻ്റ്, 2 ഒരു എലമെൻ്റ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയെന്ന് പറഞ്ഞാൽ 1, 2, 3, ടോട്ടൽ 3 ആണ്. പക്ഷേ ഇൻഡെക്സ് പൊസിഷൻ ടോപ്പ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് 2 കാരണം 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിൻ്റ് ചെയ്തിരിക്കുന്ന 2ൻ്റെ കൂടെ +1 ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട്, കാരണം 0 തുടങ്ങുന്നുണ്ട്. അപ്പോൾ 2 + 1 വിൽ ബി ദ total number of elements in the stack. So otherwise return the top +1 in the stack. അപ്പോൾ ഈ സ്റ്റാക്കിൽ ടോപ്പ് +1 ആഡ് ചെയ്തങ്ങ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സൈസ് ഇൻ ദ സ്റ്റാക്ക്. മനസ്സിലല്ലേ? അപ്പോൾ ദീസ് ആർ ദ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഇൻ ദ സ്റ്റാക്ക്. അപ്പോൾ ഇത്രയാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പുഷ് ഫംഗ്ഷൻ, പോപ്പ് ഫംഗ്ഷൻ, പീക്ക് ഫംഗ്ഷൻ, ഈസ് എംപ്റ്റി ഫംഗ്ഷൻ, ഈസ് ഫുൾ ഫംഗ്ഷൻ ആൻഡ് ദെൻ സൈസ് ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് നമുക്ക് ഇതിനകത്ത് സ്റ്റാക്കിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഓർത്ത് വച്ചേക്കണം. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് സ്റ്റാക്ക് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മാനർ ഓഫ് ഓപ്പറേഷൻ വിൽ ബി ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഫങ്ഷൻ ആസ് എ സ്റ്റാക്ക്. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ തിയറി പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിൽ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ സ്റ്റാക്ക്. സോ ഇതിലെ ഓരോ ഓപ്പറേഷൻസിൻ്റെയും സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെച്ച് വയ്ക്കണം. ഓർത്ത് വെച്ച് കൊണ്ടുവേണം നമ്മളിത് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് മാത്രം ഓർത്താൽ മതി. ഓർത്ത് ഇരിക്കുന്ന ഒരാളിന് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാമെങ്കിൽ സിമ്പിൾ കോഡ് വഴി നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു അറേയാണ്. ഈ അറേ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നൊരു വേരിയബിൾ എന്നുള്ള ടോപ്പാണ്. ഇത് ഇത്രയും ഓർത്ത് വയ്ക്കണം. ഒരു അറേയും വേണം. എന്ത് ടൈപ്പാണോ സ്റ്റാക്ക് എന്ന് പറയുന്നത് ആ ടൈപ്പിലുള്ള ഒരു അറേ. ഇപ്പോൾ സ്റ്റാക്ക് നമ്മുടെ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ അറേയാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ അറേ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ആ ടൈപ്പിലുള്ള ഒരു അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. പ്ലസ് ഒരു ഇൻറ്റിജർ വേരിയബിളും കൂടെ വേണം. ആ വേരിയബിളിൻ്റെ പേര് ടോപ്പാണ്. അപ്പോൾ ഓരോ സ്റ്റാക്കിനും ഓരോ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പ് എന്ന് പറയുന്ന വേരിയബിളും കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദ സ്റ്റാക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഇത് സ്റ്റാക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ C പ്രോഗ്രാമിങ് നമുക്ക് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത്രയും ഫങ്ഷൻസിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ഓരോ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, നമുക്ക് അടുത്ത് വി ക്യാൻ മൂവ് ടു ദ പ്രോഗ്രാമിംഗ് method or program, how to program or how to create or implement a stack in C program.
Okay, we can write the program for the implementation of the stack in C program. So I open a file with extension C. STK is the file name. The only header file I used is stdio.h since I am using only the printf and scanf function. So I am including the header file in stdio.h. The next is the size of the maximum size of the stack that we needed to define first. So that will be the size of the array. So I am declaring a macro named max with the size 5. That is the maximum size is 5. So the index value will be in the range of 0 to 4. These two preprocessor directives are only needed to write the C program. The next is the main function. Okay, I am declaring a stack. It is an integer stack with the size max. Then another important variable is top. Initial value is set to -1. That I have already explained in the beginning. The next is the choice, because it is a menu driven program. So the options has to be read from the keyboard. So the options is read into the variable ch, which is a short form of choice. Then it is a menu driven program. It is a do while loop I am including. The first print the menus. One is the push. Next 2 is the pop. 3 is peak. Then 4 is display. The display function, the display operation will display all the contents in the stack. Then next is fifth option. It is the size of the stack. These are the basic operations that has to be performed while implementation of the stack. Another two functions are there, isFull and isEmpty. These functions will be included in the particular blocks that we need to be used in the push and pop and speak and display functions. Okay, I am not included in the menu. The last option is the sixth option. It is exit from the menu. Okay, then print. Enter your choice. This is the message to read the choice from the keyboard that we scan from the keyboard and store in the variable ch. Okay. The next is depending upon the options we entered, the program will be diverted, or the program will be executed based on the menu choice. Each menu I am not returning the separate function.
I am writing only in a single function main. Inside the single function main, all these operations are incorporated in the same function main, not using the separate functions. Okay. Then this is the selection of choice, which choice is selected. First is case 1. This is the operations for the push function. As I explained in the push function, before pushing the element in the stack, the condition is check if the stack is full. That is the first condition. So we have to check whether the stack is full or not. The condition for the stack is full is the capacity, that is here the max. The capacity and the top are in the same position. Okay. So when we declare the capacity or the max with 5, the index will be ranging from the 0 to 4. So highest index position is 4. That is max minus 1. So we have to check whether top and max minus 1 are equal. That is the condition for the full stack. Stack is full or not. Then printf, if the condition is true, then printf the stack is overflow. So we don't need to do anything in the stack because the stack is already full. And if the stack is not full, this condition, if the stack is full, the top reaches the capacity of the array, then print the overflow condition. Otherwise, increment the value of the top by 1 and new value is inserted at the top position. So the top will be in some location. So we have to increment the top by 1 and store the value in the new position at the top. So we need to read a number. Send a message to enter a number to push. This is the message. Then we scan the number through keyboard. The first condition is increment the top. So I am not using separate statement or variable. First I have to improve the increment the top, then store the value in the corresponding location of where the top is located. So the top is incremented, then store the value ampersand the value is in the array stack. So, okay, this is the only steps we needed to store the value in the stack. Then break the case, then go to the next case, case 2. The case 2 is the pop condition, pop operation. So this is the else part. These two statements are in else part. Okay, case 2. This is for the pop operation. What are the conditions for the pop operation? First we have to check whether the stack is empty or not. The empty condition is that the top will be in -1 location, -1, that is here.
first we have to check if top is equal to -1. If top is equal to -1 means that the stack is empty. If so, print the message stack is empty or underflow. That is the technical term used in stack, overflow and underflow. Then otherwise else. In else we need to send the element at the top position to the user and decrement the, that is the condition. Otherwise store the value at the top in the stack, decrement the value of top by 1 and return the stored top value. That is the steps. Since it is not a function, so we have to just print the value. Okay, printf pop number is %d \n. First we have to retrieve the number from the stack top. Now the value in the top position will be printed. Then we needed to decrement the top. Through a single step we can do it. So this is the condition or the statements for the pop operation. Then break. Then go to case 3. Case 3 is the peak. Peak is always same as the pop, but the only condition is that the top will not be decremented. The top will be remains in the same position. The value will be printed in the or returned to or sent to the user. The same condition, if top is equal to, that is the condition. First we needed to, before returning the top element from the stack, check if the stack is empty. If condition is if top is equal to -1. If so, printf the empty condition is that the stack is underflow. That is only condition. Else, otherwise printf the peak element, peak number is %d \n. We need to print the element at the top position, not decrement the top. That is the difference between the peak and pop operation. The stack top. Okay. So this is the statements for the peak operation. The next is case 4. So break. Then case 4. Case 4 is for the display. For the display we needed to check whether the stack is empty or not. From the empty stack we can't print anything. So first we needed to check if the stack is empty or not. If top is equal to -1. If so, print stack is underflow. Else we needed to print. We can print either from lower position to upper position or upper position to lower position. I am printing the element as inputted in the as inserted in the stack.
that is from 10, 200, 350, 120, if these are the data. So I need to use a counter variable 0 because the index position is starting from 0, while I less than or equal to top. Printf %d \n, comma, stack of I, then increment I. After printing each element in the location, ith location, then I is incrementing, and check the condition that if I and top are same, then again print less than or equal to top, then continue the printing process until when the I greater than top. This is the print condition, print of operation, print of or display operation, then break. Then the fifth choice is size. In case 5, size is also checking if top is equal to -1. Printf the stack is underflow. Else the size of the stack will be getting from, if this is the stack and we filled 4 elements, that is the maximum number of elements in the stack, and the size of the stack means the how many numbers or how many elements are filled in the stack. Here full stack is full and the total element in the stack is 1, 2, 3, 4, that is top is pointing to index position 3, that is the capacity or maximum, plus 1. If the top is here, then only 3 elements, so 2 plus 1 is the total count. So the size of the stack is equal to size of stack is %d \n, comma, top plus 1. Okay, then break. These are the 5 choices. The 6th choice is for the exit. Then this is the while loop, while condition, do while loop. While condition is ch less not equal to 6. When the ch is 6, the program will be exit from the do while loop. This is the program. We can save and compile the program and check for any errors. No errors. Just run the program. So some alignment is there in the third option, peak. Okay. First option is push, second option is pop, third option is peak, 4 is display, 5 is size. Before pushing I am just check the option number 2 because it is a empty stack. The message will be underflow. The stack is underflow. That is push or pop operation is right. Then check the peak, the maximum top element. Here is also the stack underflow message has to be displayed.
Oh, okay, correct. Then the fourth is display. Since the stack is empty, the stack is underflow message will be displayed. Okay. The size is also the same message display. Okay. All the error messages are correct. Then I am giving data, or I am inserting some elements in the stack. Choice is 1. First I am inserting 10. Then again I insert another element 20. Then again insert another element 30. Then I am inserting another element 40. And 4 elements are inserted. So the size of the stack will be 4. Okay, the size of stack is 4. Then I am trying to display the values. The values will be displayed in the order of insertion: 10, 20, 30, 40. Okay. Then check the peak element. Output should be 40. Okay, the peak number is 40. All these values are correct. Then I am trying to pop one element. That will be coming out 40. 40 will be coming out. Okay. Then check the peak element. It should be 30. Okay. The size should be 3, 5. Okay. Now I am inserting 2 elements. Then 50. Then 160. So total elements is in the stack is the size of the stack will be 5. Okay, that is the maximum. Again I am trying to insert one element. It shows that the stack is overflow. Now the stack is full. Just print the elements. Okay, 10, 20, 30, 50, 60. The 40 I have removed from the stack. Okay, this is the working operation, or the operations of the stacks, and this is the program, and I am leaving the program. Okay, just displaying again. Okay, this is the program. Okay, you just implement it on your system and check the functions of the stack and obtain and evaluate the result. Okay, thank you.